പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സോളാർ വഴിയിൽ സർക്കാർ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സോളാർ അധിഷ്ഠിത ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതികൾ വേഗത്തിലാക്കാൻ വൈദ്യുതി വകുപ്പ് നിർദ്ദേശം നൽകി. 6 കേന്ദ്രങ്ങളിലാണ് BESS സ്ഥാപിക്കുന്നത്. ആദ്യഘട്ട BESS ഒക്ടോബറോടെ കമ്മീഷൻ ചെയ്യും. അതേസമയം മഴ ശക്തി പ്രാപിച്ചതോടെ KECBക്ക് നേരിയ ആശ്വാസമുണ്ട്. തുടർച്ചയായി 3 ദിവസവും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ കഴിഞ്ഞു. സുനിഷ അയലൂരുണ്ട്. സുനിഷ അയലൂർ, വെരി ഗുഡ് മോർണിംഗ് സുനിഷ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുനിഷ, വാട്സപ്പിൽ യൂസർ നെയിം ചോദിച്ചിട്ടുണ്ടല്ലോ. സുനിഷ ഉപയോഗിക്കാൻ പോകുന്ന യൂസർ നെയിം എന്തായിരിക്കും? അരുൺ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അത് കുറച്ച് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെയുള്ള മറുപടി മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാവൂ. കറക്റ്റ് സുനിഷ. ഇങ്ങനെ പലതരത്തിലും ആളുകൾ നമ്മളെ സമീപിക്കും. യൂസർ നെയിം എന്താണെന്നൊക്കെ ചോദിച്ചു കൊടുക്കരുത്. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ ആ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ കൊടുക്കാവൂ. താങ്ക് യു സുനിഷ. അപ്പോൾ ഞാൻ ചമ്മി. അപ്പോൾ സുനിഷ പക്ഷേ യൂസർ നെയിം സെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ വൈദ്യുതിയുടെ വിഷയത്തിലേക്ക് വരാം. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പല നീക്കങ്ങളാണ് KECB നടത്തുന്നത് അല്ലേ? അതെ അരുൺ, ഇങ്ങനെ ബദൽ മാർഗങ്ങളെല്ലാം തേടുന്നുണ്ട് പ്രതിസന്ധി മറികടക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ സോളാർ വൈദ്യുതി, നമുക്ക് നന്നായിട്ട് സോളാർ വൈദ്യുതി കിട്ടുന്നുണ്ട്. പക്ഷെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. രാത്രി പീക്ക് ടൈം ആവശ്യകതയിലൊന്നും ഈ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മൾ കേരളം പ്രധാനമായും ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു പരിഹാരം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ബസ് പദ്ധതി അത് വേഗത്തിലാക്കാനുള്ള നീക്കം KECBയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതുപോലെ 500 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും നമുക്ക് ഈ ബസ് വഴി എടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ രാത്രിയിലെ ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് KECBയുടെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഒരു സോളാർ വഴിയെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. ഇപ്പം മഴയൊന്നും ഇല്ല എങ്കിൽ പോലും, മഴയില്ല എങ്കിൽ വെയിൽ കൊണ്ടെങ്കിലും നമുക്ക് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി വെയിലില്ല എങ്കിൽ മഴ കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമല്ലോ. ഈ ഒരു രീതി കൊണ്ടുപോകാം എന്നുള്ളതാണ് KECB ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബസ് പദ്ധതി എന്തുകൊണ്ട് വൈകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വേഗത്തിലാക്കുക എന്നുള്ളതാണ് KECB ആലോചിക്കുന്നത്. നിലവിലിപ്പോൾ 6 കേന്ദ്രങ്ങളിലാണ് ബസ് കൊണ്ടുവരുന്നത്. അതിലിപ്പോൾ ഒക്ടോബർ മാസത്തിൽ തന്നെ 2 ഇടങ്ങളിൽ, അത് പ്രധാനമായും കാസർഗോഡിലെ മുള്ളേരിയയിലും മയിലാട്ടിയിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. മറ്റൊന്ന് ഈ കോഴിക്കോടുള്ളതും കണ്ണൂരുള്ളതും തിരുവനന്തപുരത്തുള്ളതും, അത് നവംബർ ഡിസംബർ മാസത്തിലേക്ക് കൂടി പൂർത്തിയാകുമെന്നുള്ളതാണ്. ബ്രഹ്മപുരത്തേത് അടുത്ത നവംബറോടുകൂടി കമ്മീഷൻ ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ 500 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് രാത്രിയിൽ ഈ സോളാർ വൈദ്യുതി സ്റ്റോറേജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ അങ്ങനെയെങ്കിൽ വരും കാലത്ത് കഴിയുമെന്നുള്ളതാണ് KECB കണക്ക് കൂട്ടുന്നത്. ഒപ്പം മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി നല്ല മഴ ലഭിച്ചിരുന്നു. വൈദ്യുതി ഉപയോഗത്തിൽ കുറവുണ്ട്, വൈദ്യുതി ലഭിക്കാനും തുടങ്ങി. അതുകൊണ്ട് ഈ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് KECBയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനി അങ്ങോട്ടും ഇതേ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ആശ്വാസമാകും. നിയന്ത്രണം പാടെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് കൂടി KECB കണക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സുനിഷ.